ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാരായണീയം കഴിഞ്ഞ പ്രാവശ്യം ഉദ്ധവദൂതാണ് വായിച്ചത്, ദശകം 76. അതിൻ്റെ ബാക്കി നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കണം. അതിനു മുന്നേ വായിച്ചത് ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉദ്ധവർ, നീതിശാസ്ത്ര നിപുണനും അത്രമാത്രം ഭക്തനുമാണ്. ഭഗവാന്റെ ഭക്തന് ഉന്നതമായ, എന്നാൽ ശ്രേഷ്ഠനാണ് ഭക്തന്മാരിൽ. അദ്ദേഹത്തിനെ ഭഗവാന് കൂട്ടിന് കിട്ടി. എന്നാൽ ആ ഉദ്ധവരെ തന്നെ അമ്പാടിയിലേക്ക് ദൂത്, കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടേക്ക് പറഞ്ഞയക്കണം. കൂടാതെ ഭക്തിയെപ്പറ്റി അവിടുത്തെ ഗോപസ്ത്രീയുടെ മനസ്സിലെ ഭക്തി ഒന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇത് അത്രത്തോളം ഭക്തശ്രേഷ്ഠനാണ് ഈ ഉദ്ധവർ. എന്നാൽ അതിനേക്കാൾ ഉപരി അമ്പാടിയിലെ ഗോപസ്ത്രീകളുടെ ഭക്തിയെപ്പറ്റി ഒന്ന് പറഞ്ഞു കേട്ടാനൊന്നും പറ്റുന്നതല്ല. അത് കാണിച്ച് തന്നെ അതറിയണമെങ്കിൽ അത് കണ്ടു തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു അവിടേക്ക് ഉദ്ധവരെ അയക്കണമെന്ന്. അവരുടെ ഭക്തിയെപ്പറ്റി മനസ്സിലാക്കട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ്. കാരണം അത്ര ശ്രേഷ്ഠനാണ് ഇദ്ദേഹം. അപ്പോൾ അതിലും മേലെയാണ് ഈ അമ്പാടിയിലെ ഗോപസ്ത്രീയുടെ ഭക്തിയെപ്പറ്റി ഭഗവാന് ഇദ്ദേഹത്തിനെ അറിയിക്കണം എന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിനെ അവിടേക്ക് അയച്ചു. അപ്പോൾ ഭഗവാനി ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാന്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഗോകുലത്തിൽ. അപ്പോൾ അവിടെ ആരെപ്പറ്റിയാണ് ഈ ഗോകുലം മൊത്തവും വർണ്ണിക്കൊണ്ടിരിക്കുന്ന, സൂചിപ്പിക്കുന്ന ഭഗവാൻ അവിടുന്ന് കംസൻ്റെ വധത്തിന് വേണ്ടി മധുരയിലേക്ക് പോയപ്പോൾ അവിടെ എപ്പോഴും ഭഗവാനെപ്പറ്റി തന്നെയാണ് അവിടെ സംസാരം. ആ മാഹാത്മ്യം, ഭഗവാന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഗോകുലത്തിൽ. അപ്പോൾ അവിടെ ആരെപ്പറ്റിയാണ് എപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണനെപ്പറ്റി, കൃഷ്ണനെപ്പറ്റി. അങ്ങനെയുള്ള ഗോകുലത്തിൽ സന്ധ്യാസമയത്ത് എത്തിച്ചേർന്നു ഈ ഉദ്ധവർ. നന്ദഗോപരെയും യശോദയെയും കണ്ട് അവിടുത്തെ വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ സന്തുഷ്ടമാക്കി. കാരണം മകൻ പിരിഞ്ഞു നിൽക്കുന്ന വിഷമമെല്ലാം ഈ മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ ഗോപസുന്ദരിമാർ ഗൃഹത്തിന് വെളിയിലിറങ്ങി നോക്കിയപ്പോൾ ഒരു മണിമയമായ സുന്ദര രഥം നന്ദഗേഹത്തിന് മുമ്പിൽ കിടക്കുന്നത് കണ്ട് കൃഷ്ണൻ എത്തിച്ചേർന്നുവോ എന്ന് സംശയിച്ചു. ഭഗവാൻ വന്നു, കൃഷ്ണൻ ഇവിടെ എത്തിയോ? അവിടെ കംസൻ്റെ അടുക്കലേക്ക് മധുരയിലേക്ക് പോയിട്ട് ഇവിടെ വന്ന നല്ല രഥം കിടക്കുന്നു. അന്വേഷിച്ചപ്പോൾ കൃഷ്ണനല്ല വന്നിരിക്കുന്നത്, അനുചരനാണ് എന്ന് മനസ്സിലായി. ഭഗവാന്റെ ദൂതനാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എങ്കിലും അവരെന്ത് ചെയ്ത്? ഉടനെ ആ ഗോപസുന്ദരിമാർ അവിടുത്തെ വൃത്താന്തം അറിയുന്നതിലേക്കായി. ഭഗവാന്റെ വൃത്താന്തം അറിഞ്ഞുള്ളമയാതെ ഭക്തി കൊണ്ട് മുഴുകി വിഷമിച്ചും കണ്ണിനെ പിരിഞ്ഞ ദുഃഖവും എല്ലാം പേറി ഇങ്ങനെ ഇരിക്കുന്ന ഗോപസ്ത്രീകൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടിയെത്തി. കൃഷ്ണൻ്റെ കഥ എന്താണ്, കൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അവിടുന്ന് വന്നതാണല്ലോ ഈ ദൂതൻ. എന്നാൽ ഇതൊക്കെ അറിയണം എന്ന് കരുതി അവർ എന്ത് ചെയ്തു? ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിയൊക്കെ നിർത്തിവെച്ചു നന്ദഗേഹത്തിലേക്ക് ഓടിയെത്തി. നന്ദഗോപരുടെ വീട്ടിലേക്ക്, ഗൃഹത്തിലേക്ക് സ്ത്രീകളെല്ലാം ഓടിയെത്തി. കാരണം ഭഗവാന്റെ കഥ എന്താണെന്ന് അറിഞ്ഞോളാൻ വയ്യാതിരിക്കുക അവരെല്ലാവരും, അത്രമാത്രം. അപ്പോൾ കാണാം ഇങ്ങനെ ദൂതൻ വന്നെന്നറിഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ അവിടേക്ക് ഓടിയെത്തി. മറ്റ് ജോലികളെല്ലാം നിർത്തിവെച്ചു. അതാണ് ഒരു ഭക്തന് വേണ്ടത്. മറ്റ് കാര്യങ്ങളെല്ലാം രണ്ടാം സ്ഥാനത്തേ ഉള്ളൂ മക്കളെ. ഈ ലോക കാര്യങ്ങൾ എന്തായാലും പട്ടിണി കിടന്നാലും ചാവാൻ കിടന്നാലും അതൊക്കെ പെതുക്കെ പുറക്കേ ഉള്ളത്. കാരണം ഭഗവാന്റെ കഥ കേട്ടിട്ട് മതി മേൽക്കാര്യം. നമ്മളും അത് മനസ്സിലാക്കണം. നമ്മൾ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഈശ്വരാരാധന, ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുക, കേൾക്കുക, പാടി പുകഴ്ത്തുക. അത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ ആഹാരം തയ്യാറാക്കുന്നതും മറ്റ് ജോലികളൊക്കെ. തലേന്ന് കുറച്ചൊക്കെ ഒതുക്കി വെച്ചാൽ രാവിലെ കുറച്ച് ജോലികൾ മാറി നിൽക്കും. അപ്പോൾ ഭഗവാനെ എപ്പോഴും സ്തുതിക്കാനുള്ള എല്ലാ സൗകര്യവും കിട്ടും. കാരണം ഇന്ന് ഒരുപാട് ഗൃഹസ്ഥാശ്രമങ്ങൾക്കെല്ലാം രാവിലെ ഒരുപാട് ജോലിയുണ്ട്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്കൂളിൽ വിടാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടതെല്ലാം ചെയ്ത് വിടാൻ കുറച്ച്. അപ്പോൾ അതിനെന്ത് ചെയ്യണം?
നമുക്ക് തലേന്ന് ചെയ്തു വെക്കാൻ കൊള്ളാവുന്ന ചില ജോലികളുണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ പെട്ടെന്നെല്ലാം ആകുകയും ചെയ്യും. നമ്മൾ എണീക്കുമ്പോൾ ഭഗവാനുള്ള ചിന്തയോടുകൂടി ഈശ്വരാരാധനയിൽ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അല്പനേരം ഭഗവാനിൽ പ്രാർത്ഥിക്കാൻ രാവിലെ, ഇതൊക്കെ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. എന്നാലേ നമ്മുടെ മറ്റ് ജോലികളെല്ലാം മുന്നോട്ട് പോകുകയുള്ളൂ. ഈ കുട്ടികളെ നോക്കുന്ന എടുക്കുന്ന എല്ലാം നമുക്കത് നേരാവണ്ണം ചെയ്യണമെങ്കിലും അവിടെ ചുവടെന്ത് വേണം? ഈശ്വരാരാധന വേണം. നമ്മുടെ ഉള്ളിലെപ്പോഴും ആത്മീയമായ നിറവുണ്ടെങ്കിൽ ഇതൊക്കെ നന്നായി മുന്നോട്ട് പോകും. അത് എനിക്ക് ഇത് അറിയാവുന്നതുകൊണ്ട് പറയുന്നത്, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ പോയെങ്കിലേ നമുക്ക് നേരെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി നമുക്ക് ഭഗവാൻ കൂടി നമുക്ക് സഹായിച്ചുകൊണ്ടേ ഇരിക്കും. എല്ലാത്തിനും സമയം കിട്ടുകയും ചെയ്യും. ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പല പല സമയങ്ങളായിട്ട് നമുക്ക് തരുകയും ചെയ്യും. നമുക്ക് ഇന്ന സമയത്തൊന്നും ഈശ്വരനെ ആരാധിക്കണം, എല്ലാ സമയത്തും എപ്പോഴാണ് നമുക്ക് ഒഴിവ് കിട്ടുന്നത് അപ്പോഴും ചെയ്യാം, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ആ ഗോപസ്ത്രീകൾ ഭഗവാന്റെ കഥ അറിയാൻ വേണ്ടി അവിടെ ഗൃഹത്തിലേക്ക് പോയി. നമുക്കിനി 4-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. ശ്ലോകം 4. ദൃഷ്ട്വാ ചൈനം ത്വദ് ഉപമലസൽ വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാനുച്ഛകൈസ്താനി രുധാലാപാ കഥം അപി പുനർഗൽഗതാം വാചം ഊചു സൗജന്യാദീൻ നിജ പരഭിതാം അപ്യലം വിസ്മരന്ത്യാ. ദൃഷ്ട്വാ ചൈനം ത്വദ് ഉപമലസൽ വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാനുച്ഛകൈസ്താനി രുധാലാപ കഥം അപി പുനർഗൽഗതാം വാച ഊചു സൗജന്യാദീൻ നിജപരഭിതാം അപ്യലം വിസ്മരന്ത്യ. ഇതിൽ പറയുന്നു, ഈ ഗോപസ്ത്രീകൾ നന്ദഗേഹത്തിലേക്ക് ഓടിയെത്തി. അപ്പോൾ ആ ഗോപസുന്ദരിമാർ അങ്ങയുടേതുപോലെയുള്ള, അതായത് ഭഗവാൻ എങ്ങനെയാ വസ്ത്രങ്ങളും വേഷഭൂഷാദികൾ അതുപോലെ തന്നെ ഭഗവാൻ എങ്ങനെ അതുപോലെ തന്നെ വേഷഭൂഷാദികളാൽ ശോഭിക്കുന്ന ഉദ്ധവരെ കണ്ടിട്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങളെപ്പറ്റി നല്ലവണ്ണം ഓർത്തോർത്ത് രുഗ്ധകണ്ഠരായി തീർന്നു. നോക്കിയപ്പോൾ ഭഗവാന്റെ അതേ ആഭരണങ്ങളൊക്കെ തന്നെയാണ് ഈ ഉദ്ധവരും. അപ്പോൾ ഒന്നും കൂടെ അവർക്ക് വിഷമം തോന്നും. കാരണം ഭഗവാനെ പോലെ വന്നപ്പോൾ അതൊന്നും കൂടെ അവർ ഓർത്ത് കൃഷ്ണനെപ്പറ്റി ഓർത്ത് അത്ര രുഗ്ധകണ്ഠരായി തീർന്നു. അത്രമാത്രം വിഷമവും സങ്കടവും എല്ലാം വന്നു. എന്താ, വേഷഭൂഷാദികളെല്ലാം നോക്കിയപ്പോൾ ഉദ്ധവരുടേതും ഭഗവാനെ പോലെ ഉണ്ട്. അതായത് ഭഗവാനെ പോലെയുള്ള വേഷഭൂഷാദികളാൽ ശോഭിക്കുന്ന, അങ്ങനെ തിളങ്ങുന്ന നല്ല തേജസ്സോടുകൂടിയ ഉദ്ധവരെ കണ്ടിട്ട്, കാരണം ഭക്തനല്ലേ, ഭഗവാനല്ലേ പറഞ്ഞു വിട്ടേക്കുന്നതും. അപ്പം ഉള്ളിൽ എപ്പോഴും ഭഗവത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉദ്ധവരെ നോക്കുമ്പോൾ എന്ത് തേജസ്സാ, ഭഗവാനെ പോലെ സൗന്ദര്യം തോന്നിക്കും, തേജസ്സുണ്ട്, ഈശ്വരൻ ഉള്ളിലുണ്ട്. അദ്ദേഹം ഭയങ്കര പരമഭക്തനാ. അതുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് അവർ ഭഗവാനെ തന്നെ ഓർത്ത് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അവിടെ നിന്ന് പോകുമ്പോൾ വൃന്ദാവനത്തിൽ നിന്ന സമയത്ത് അതെല്ലാം അവർ ഒന്നേന്ന് ഓർക്കുന്നു. ലീലാവിലാസങ്ങളെപ്പറ്റി നല്ലവണ്ണം അവർ ഓർത്തപ്പോൾ അവർക്ക് വിഷമം രുഗ്ധകണ്ഠരായി തീർന്നു. പിന്നെ ഉപചാരങ്ങളും. അപ്പം പിന്നെ അവർ അത് ആദ്യം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് അത്രമാത്രം വിഷമവും ഭഗവാനെ ഒന്ന് ഓർത്ത് മുമ്പ് എങ്ങനെയായിരുന്നു വൃന്ദാവനത്തിൽ നടന്ന സംഭവം അതെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിട്ട് പിന്നെ അതെല്ലാം മനസ്സിൽ നിന്ന് മറച്ച് ഉപചാരങ്ങളും അവരെ കൊണ്ട് അവരെന്താ സന്തോഷമായിട്ട് അവരുടെ ഉദ്ധവരോട് ചോദിക്കാനും എടുക്കാനും വേണ്ടി നന്നായി അവർ മറ്റതെല്ലാം മറക്കുന്ന വെച്ചാൽ ആ ഒരു വിഷമം തീർത്തിട്ട് ഭഗവാന്റെ കഥകൾ ചോദിക്കണ്ടേ, അതിനല്ലേ ചെന്നത്. അപ്പോൾ ആചാരവും ഉപചാരവും ഒക്കെ താനെന്നും അന്യനെന്നുമുള്ള ഭാവങ്ങൾ മറന്ന്, കാരണം ഇവിടെ താനെന്നും പിന്നെയോ അന്യനെന്നും, അതായത് രണ്ടില്ലാത്തൊരവസ്ഥ. ഈ വന്നിരിക്കുന്ന ഉദ്ധവർ ഭഗവാൻ തന്നെയാണുള്ള ചിന്ത വരുമ്പോൾ അവിടെ ഒന്നായി തീരുമല്ലോ. അവിടെ ഗോപസ്ത്രീകളും ഈ ഉദ്ധവരും ഒന്നായി, ഞാനും നീയും എന്നുള്ള അവസ്ഥ അങ്ങ് മാറി. മറ്റെന്താണ്, ഉള്ളിൽ അല്പം വിഷമം ഉണ്ടായിരുന്നു. ഭഗവാൻ വന്നില്ല, അതുമാത്രമല്ല ഇവരെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പൊക്കളഞ്ഞല്ലോ, കണ്ണൻ അവരുടെ മനസ്സും കവർന്നും കൊണ്ട് പോയല്ലോ. ആ ദുഃഖപ്പെട്ടിരുന്ന സമയത്താണ് ഉദ്ധവർ വരുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ഒരു വിഷമം ഉദ്ധവരോട് കാണിച്ചുകൊണ്ടിരിക്കുക. എങ്കിലും കണ്ണൻ തീർത്തും വന്നതുമില്ല, ദൂതനെ വിട്ടേക്കുന്നു. അപ്പോൾ കണ്ണനെ ഭഗവാനെ കാണാനും പറ്റുന്നില്ല. എല്ലാം കൊണ്ട് അവർക്കൊരു വെറുപ്പ്, ഉള്ളിലൊരു അല്പം വെറുപ്പ് പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചു,
വിഷമമൊക്കെ രുഗ്ധ കണ്ഠരായി തീർന്നിട്ട് ഭഗവാനെ തന്നെ പിന്നെ ആചാരവും ഉപചാരങ്ങളും താനെന്നും അന്യനെന്നുമുള്ള ഭാവങ്ങൾ മറന്ന് വളരെ പ്രയാസപ്പെട്ട് ഗൽഗത കണ്ഠത്തോടെ പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അത്രയും ആക്കിയെടുക്കുന്നവർ. കാരണം അദ്ദേഹത്തിനെ വെറുപ്പിക്കാൻ പറ്റുമോ? ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാൻ വിട്ട ആളാണ്, അപ്പോൾ ഭഗവാനെ പോലെ അദ്ദേഹത്തിനെ കാണുന്നു. അതുകൊണ്ടാണ് ആചാരവും ഉപചാരങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ്, എല്ലാവരും ഒന്നാവണം. ഈ ദൂതനായിട്ടിരുന്ന് ഈ ഉദ്ധവരെ അവർ ഉൾക്കൊള്ളണം. എൻ്റെ ഭഗവാൻ കണ്ണനാണല്ലോ അവിടുന്ന് പറഞ്ഞു വിട്ടേക്കുന്നത്. ഭഗവാനെ കാണുന്നത് പോലെ അദ്ദേഹത്തിനെ സ്നേഹിക്കണം. അങ്ങനെ മറ്റെല്ലാ വിഷമങ്ങളും ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് ഞാനെന്നും നീ എന്നുള്ള ഭാവം മാറി ഉദ്ധവരും ഈ ഗോപസ്ത്രീകളും ഒന്നായി കണ്ടുകൊണ്ട് അത് ഭഗവാനെ എങ്ങനെ ഒന്നായി ചേരുക, അതുപോലെ ഭഗവാന്റെ ദൂതനെ ഭക്തനെ അതും ഒന്നുപോലെ കാണണം. അതാണ് നമ്മളിത് പഠിക്കേണ്ടത്. ഭഗവാന്റെ ഭക്തൻ നമ്മൾ എവിടെ കണ്ടാലും അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളതൊരു ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാകണം. അതിനാണ് ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടുന്നത്. അപ്പോൾ ആ ഭഗവാൻ എപ്പോഴും ഭക്തനിലാണല്ലോ, ഭക്തൻ ഭഗവാനിലും ആണല്ലോ. അപ്പോൾ പരമഭക്തനായിരിക്കുന്ന ഒരു ഭക്തനെ നമ്മൾ കണ്ടാൽ അയ്യോ ഇത് ഭഗവാൻ തന്നെയാണ്, നമുക്ക് അതുപോലെ താനെന്നും ഞാനെന്നും നീ എന്നുള്ള രണ്ടില്ലാത്തൊരവസ്ഥ. ആ ഭക്തനും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഒന്നാണ്. ഭഗവാനും ഭക്തനും നമ്മളെല്ലാം ഒന്നായി തീരുക, അതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാനെന്നും നീയെന്നും താനെന്നും അന്യനെന്നും, അത് രണ്ടില്ലാത്തൊരവസ്ഥ. ആ ഭാവങ്ങൾ മറന്ന് ഞാനും നീയും എന്നുള്ള അത് മറന്നിട്ട് അവിടെ ഒന്നായി തീർന്നിട്ട് സ്വന്തം ആളിനെ പോലെ കണ്ടു ഈ ഉദ്ധവരെ. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് ഗൽഗത കണ്ഠത്തോടെ പറഞ്ഞു. എന്താണ് അവർ ചോദിച്ചത്, പറഞ്ഞത്? നമുക്ക് 5-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹരേ നാഥപായ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്തതേ ചുംബനാനാം ഉന്മാദാനാം കുഹക വചസാം വിസ്മരേൽ കാന്തകാവ. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹരേ നാഥപായ ആശ്ലേഷാണാം അമൃതവപുഷോ ഹന്തതേ ചുംബനാനാം ഉന്മാദാനാം കുഹക വചസാം വിസ്മരേൽ കാന്തകാവ. അവരെന്താണ് ആ ഉദ്ധവരോട് പറയുന്നത്? ഹേ ശ്രീമൻ, നല്ലതായിട്ട് തന്നെ പറയുന്നത്. ഹേ ശ്രീമൻ, ആ നിർദ്ദയൻ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ, ദയയില്ലാത്തവൻ. കാരണം ഇവരെ പെട്ടെന്ന് ഇത്രയെല്ലാം ഒന്നായി ലയിച്ച് വനക്രീഡയും ജലക്രീഡയെല്ലാം നടത്തി സ്വന്തം ആയിട്ട് നിന്ന ഒരു ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇവരെ ഉപേക്ഷിച്ച് പോയതുപോലെ അല്ലയോ അവർ കാണുന്നത്. അതുകൊണ്ട് നിർദ്ദയൻ, ദയയില്ലാത്തവൻ. ഹേ ശ്രീമൻ ഉദ്ധവരോട് പറയുന്നു, ആ നിർദ്ദയൻ, ആ കൃഷ്ണൻ മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കാനല്ലേ അങ്ങയെ ഇങ്ങോട്ട് അയച്ചത്? അപ്പോൾ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാനല്ലേ ഇങ്ങോട്ട് അയച്ചു ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഈ ഗോപസ്ത്രീകളെ മറന്നിട്ടുണ്ട്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ തിരക്കട്ടെ, അച്ഛനും അമ്മയും എത്ര അച്ഛനും അമ്മയാണല്ലോ, മറ്റൊരു അന്യവരാണല്ലോ എന്നൊരു ചിന്ത ഭഗവാൻ കാണിച്ചു എന്നതിൽ വരുത്തുന്നുണ്ട്. അതാണ് അങ്ങ് ശ്രീമൻ ആ നിർദ്ദയൻ മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കാനല്ലേ അങ്ങയെ ഇങ്ങോട്ട് അയച്ചത്? നാഗരി സുന്ദരിമാർക്ക് കണ്ണിലുണ്ണിയായി തീർന്നിരിക്കുന്ന അവൻ ഇപ്പോൾ എവിടെ? അപ്പോൾ ഇത്രമാത്രം ഈ ഗോപസ്ത്രീകളുടെ കണ്ണിലുണ്ണിയായിരിക്കുന്നതായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. അവൻ ഇപ്പോൾ എവിടെ? കഷ്ടം, അവൻ ഞങ്ങളെ മറന്നോ? അപ്പോൾ അവരുടെ വിഷമം എത്രമാത്രം ഉണ്ടെന്ന് ആലോചിച്ചത് ഇത് ഉദ്ധവർ മനസ്സിലാക്കും. ആ നിർദ്ദയൻ, ആ ദയയില്ലാത്തവൻ സ്വന്തം മാതാവിനെയും പിതാവിനെയും സന്തോഷിപ്പിക്കാനല്ലേ അങ്ങയെ ഇങ്ങോട്ട് അയച്ചത്? ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെല്ലാം വിഷമിച്ചിരിക്കുന്ന, വേദനിച്ച് കണ്ണനെ പെയ്തിരിക്കുന്ന, ദുഃഖം പേറിയിരിക്കുന്ന ഈ നാഗരി സുന്ദരിമാർക്ക്, ഈ ഗോപസ്ത്രീകൾക്ക് കണ്ണിലുണ്ണിയായി തീർന്നിരിക്കുന്ന അവൻ ഇപ്പോൾ എവിടെ? ചോദിക്കുക, എവിടെ? അവൻ നിർദ്ദയനല്ലേ, ഞങ്ങളോട് ദയയില്ലാത്തതല്ലേ, അച്ഛനും അമ്മയും സന്തോഷിപ്പിക്കാൻ ഇങ്ങോട്ട് വിട്ട്, എന്നാൽ അവൻ എവിടെ? കഷ്ടം, അവൻ ഞങ്ങളെ മറന്നോ? ഹേ പ്രാണനാഥ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അവർ ദുഃഖം അങ്ങ്
വെളിയിലോട്ടങ്ങ് പൊട്ടി ഇറങ്ങും ആ വിഷമവും ദുഃഖവും എല്ലാം കൂടെ. കാരണം അച്ഛനെയും അമ്മയുടെ അടുക്കലേക്ക് വന്നു, അവരുടെ വിശേഷങ്ങൾ അറിയുന്നു. പക്ഷേ അതിനേക്കാൾ ദുഃഖം പിടിച്ചിരിക്കുകയാണ് ഈ സുന്ദരിമാരായ ഗോപസ്ത്രീകൾ. അവരുടെ ഉള്ളത്തിൽ പിടപ്പാണ്. അച്ഛനും അമ്മയ്ക്കും അറിയാം എപ്പോഴായാലും അച്ഛനും അമ്മയാണ് മകനുമാണെന്ന്. പക്ഷേ ഇവർ അത്രമാത്രം ഭഗവാനെ അത്രമാത്രം പ്രേമമാകുന്ന ഭക്തിയിൽ സ്നേഹിച്ച് വെച്ചേക്കുന്ന ഒരു വിഷമം അവർക്ക് തീർത്താ തീരുന്നതല്ല. അതുകൊണ്ട് ആ നിർദ്ദയൻ ഞങ്ങളെയൊക്കെ മറന്നു, അവൻ എവിടെ? കണ്ണിലുണ്ണി ആയിരുന്നു ഞങ്ങൾക്ക്, ഇപ്പോൾ അവൻ എവിടെ? ഹാ കഷ്ടം, അവൻ ഞങ്ങളെ മറന്നു. ഹേ പ്രാണനാഥ. എന്നിട്ട് അവർ എന്താ പറയുന്നേ? ഹേ പ്രാണനാഥ കൃഷ്ണ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. കാരണം എന്താ, അത്രത്തോളം ഇവർ അണപൊട്ടുന്നു അവരുടെ വിഷമം, കാണാത്ത വിഷമം, ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഇപ്പം കാണുന്നില്ല ആ ഒരു വിഷമം. നമ്മൾ അങ്ങനെയാണോ? നമുക്ക് ദിവസേന ഭഗവാനുള്ള ഓരോ ചോദ്യോത്തരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടോ? നമുക്ക് അത്രമാത്രം ആത്മാർത്ഥയും പ്രേമവും നമുക്കും ഉണ്ടോ എന്ന് നമ്മളൊന്ന് വിശദീകരിക്കണം നമ്മുടെ ഉള്ളിലോട്ട്. അപ്പോൾ അമൃതമൂർത്തിയായ ഭഗവാന്റെ രാസലീലയെ ആശ്ലേഷ ചുംബനാദികളുടെ രസം. അപ്പോൾ അവിടെ രാസലീല നടത്തിയതിനകത്ത് അത്രമാത്രം ആശ്ലേഷ ചുംബനാദികളുടെ രസം, അത്രമാത്രം ഭഗവാനും ഈ ഗോപസ്ത്രീകൾ ഒന്നായി ലയിച്ചു. ഒരു മാതാവിനും പിതാവിനും കിട്ടാത്ത ഒരു സുഹൃതം ഈ ഗോപസ്ത്രീകൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രസം അത് അമ്മയ്ക്കും അച്ഛനും അത് കിട്ടത്തില്ല. അത് മക്കളെന്നുള്ള സ്നേഹവും മാതാപിതാ അത് വേറൊന്നാണ്. ഇവിടെ ഈ ഭഗവാൻ കൃഷ്ണൻ ഇവരെ അത്രത്തോളം രാസലീലയിൽ അമൃതമൂർത്തിയായ ഭഗവാന്റെ അമൃതാണ്. ആ ഭഗവാന്റെ അമൃതമൂർത്തിയായ ഭഗവാന്റെ രാസലീലയിലെ ആശ്ലേഷ ചുംബനാദികളുടെ രസം, ആ അമൃത് മതോന്മത്തരാക്കുന്ന ആ ചടുല ഭാഷണങ്ങളും ആർക്ക് മറക്കാനാകും എന്നിവിടെ പറയുമ്പോൾ ഒന്ന് ഓർത്തു നോക്ക്. ഇവിടെ ഉദ്ധവർക്കാണോ അതോ ഈ ഗോപസ്ത്രീകൾക്കാണോ അതോ മാതാപിതാക്കൾക്കാണോ? ആർക്കാണ് ഇതിനകത്ത് കൂടുതലും പരമാത്മാവായ കൃഷ്ണനോടുള്ള പ്രേമം? നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ ഗോപസ്ത്രീകൾക്ക് തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഒരു പരിധിയുണ്ട്, അത് ആ ലെവലല്ല. അത് മകൻ എന്നുള്ള സ്നേഹവും മകന് പിതാവും മാതാവും എന്നുള്ള സ്നേഹവും. എന്നാൽ ഇവിടെ ഉദ്ധവർക്ക് ഉള്ള സ്നേഹത്തിനേക്കാൾ പ്രേമത്തിനേക്കാൾ ഇരട്ടി 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 ലോകത്തെങ്ങും ഇല്ലാത്തത്ര പ്രേമമാണ്, സ്നേഹമാണ്, ഭക്തിയാണ് ഈ ഗോപസ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് അവൻ എവിടെ? ആ കഷ്ടം, ഞങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു, അത്രമാത്രം കണ്ണിലുണ്ണിയായിരുന്നവർ അവൻ ഞങ്ങളെയൊക്കെ മറന്നു. ഹേ കൃഷ്ണ പ്രാണനാഥ, അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ ഉള്ളം അത്രമാത്രം വേദനിക്കുന്നു. അതാണ് അവർ പറയുന്നത്. അമൃതമൂർത്തിയായ അമൃതിൻ്റെ എല്ലാം മൂർത്തിമത്തായ ഭഗവാന്റെ രാസലീലയിലെ ആശ്ലേഷ ചുംബന. അപ്പോൾ അത്രമാത്രം ഒന്നായി ലയിച്ച ഒരു സമയമാണ് രാസലീല. രാസലീല നന്നായി ആടിയതാണ് അവർ. അതാണ് അമൃതമൂർത്തിയായ ഭഗവാന്റെ രാസലീലയിലെ ആശ്ലേഷ ചുംബനാദികളുടെ രസം. അന്ന് കിട്ടിയ ആ ഒരു അമൃത്, ആ ഒരു രസം, അതിനെ മതോന്മത്തരാക്കുന്ന ആ ചടുല ഭാഷണങ്ങളും ഭഗവാന്റെ ഓരോ വാക്കുകളും ആ പ്രേമമാകുന്ന ആ ചുംബനങ്ങളും ആർക്ക് മറക്കാനാകും? നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടോ? ഭഗവാനെ എത്രമാത്രം സ്നേഹത്താൽ നമ്മൾ കെട്ടിപ്പിടിക്കുന്നുണ്ടോ, ചുംബിക്കുന്നുണ്ടോ? ഒരു വിഗ്രഹമെങ്കിലും, ഭഗവാന്റെ വിഗ്രഹമാകുന്ന ഒരു പ്രതിമയെങ്കിലും നമ്മളുടെ തോളിലിടുന്നോ, ലാളിക്കുന്നോ, ചുംബനം കൊടുക്കുന്നുണ്ടോ, അതിനെ കുളിപ്പിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെ ചെയ്യുന്നൊരു ഭക്തൻ ഭഗവാനെന്ന് കരുതി? ചില ഭക്തന്മാരങ്ങനെ ചെയ്യുന്നുണ്ട്. തൊട്ടിലിട്ട് ആട്ടും, ഭഗവാനെ ഉറക്കും, ഉണർത്തും, ആഹാരം കൊടുക്കും, എന്ത് കിട്ടിയാലും ഭഗവാന് കൊടുക്കും, പിന്നെ തോളിലിട്ടുണ്ട് കുളിപ്പിക്കും, പിന്നെ വാവാറ്റും, പിന്നെ മുത്തം കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നൊരു വല്ലാത്തൊരു ഭക്തിപ്രേമം. അത് ആർക്കാ ഉള്ളത്? അത് മറക്കാൻ പറ്റുമോ? അത് ഈ അമ്മയ്ക്കും അച്ഛനും ഉണ്ടോ? ഈ ഉദ്ധവരങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ഇത്രയും ഭക്തിയുണ്ടെന്ന് ഉദ്ധവർക്ക് മനസ്സിലാവുന്നതിനെ കാട്ടിക്കൊടുക്കാനും കൂടെ തന്നെയാണ് ഭഗവാൻ ഇവിടേക്ക് ഉദ്ധവരെ അയച്ചേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.